ഗായത്രി എന്ന് പറയുന്ന കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ടിൽ ഞാൻ പെട്ടു. സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ടിൽ ഒരു ചെറിയ സീനാണ്, ഒരു കീ ചെയിൻ കൊടുക്കുന്ന സീനോ എന്തോ ആണ്. അതിലെൻ്റെ ആക്ടിങ് വർക്ക് ആവുന്നില്ല. ലൈക്ക് വാട്ട് ഐ എം ഡൂയിങ് എന്നുള്ളത് വർക്ക് ആവുന്നില്ല. ഞാൻ പെട്ടു. സർ വാസ് ലൈക്ക് എന്താ അത് ഇങ്ങനെയല്ല അങ്ങനെ. അപ്പം എനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പം ആകെ മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. സെക്കൻഡ് ഡേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഡേ ഭയങ്കര അടിപൊളി റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ട് സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ. അപ്പം എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല. ഞാൻ സാറിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞു, സർ എന്താണ് ഞാൻ മാറ്റിപ്പിടിക്കേണ്ടത് എന്നുള്ളത് എനിക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരുമോ? ഗായത്രി എന്ന് പറയുന്ന കുട്ടി ഇന്ന മീറ്ററിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലെന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ പ്രിയ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഭയങ്കര എവിഡൻ്റ് ആണ്. അല്ലെങ്കിൽ ഐസ് ആൻഡ് ഐബ്രോസ് സ്പീക്ക് എ ലോട്ട് വെൻ യു സ്പീക്ക്. എൻ്റെ ഗായത്രി അത്ര എക്സ്പ്രസീവ് അല്ല. അവൾ ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു കുട്ടിയാണ്. ഐബ്രോസ് അധികം അനങ്ങില്ല, കണ്ണധികം എക്സ്പ്രസീവ് അല്ല. പക്ഷെ എന്നാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു, അതാണ് എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു. ആ ഒരു ബ്രീഫ് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ പോയി ചെയ്തതൊക്കെ ഓക്കെയാണ്. പിന്നെ അങ്ങോട്ട് ഓക്കെയാണ്. എനിക്ക് മനസ്സിലായി കണ്ണധികം യൂസ് ചെയ്യണ്ട, പുരിക അധികം യൂസ് ചെയ്യണ്ട. ഞാൻ എത്ര എക്സ്പ്രസീവ് ആണോ അത്ര എക്സ്പ്രസീവ് ആവേണ്ട കാര്യമില്ല ആ ക്യാരക്ടർ എന്നുള്ളത്.